അതിന്റെ കയ്യിലൊരു പാവനെ കൊണ്ട് ഈ പ്ലാച്ചി ചുണ്ടിലൊക്കെ നമുക്കറിയാൻ പറ്റും, മുഖത്തിന്റെ ഓരോ കട്ടിങ്ങിലും എന്തുകൊണ്ട് അത് വലിച്ചു ദൂരായിട്ടെറിഞ്ഞ് തിരിച്ചു കൊടുത്തു. അതായത് ഡ്രസ്സ് പോലും കൊണ്ടുപോയത് ഞാൻ ഇത് ഇന്റർവ്യൂവിനകത്ത് കണ്ട് 50,000 രൂപ ഡ്രസ്സ് എടുത്തിട്ട് അവർക്ക് കേട്ട കൊണ്ടുപോകാൻ പറ്റി. ഇത് ആരോ പറയണ കേട്ടായിരുന്നത്. ബാക്കി ഒരു വസ്തുക്കളും ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ പ്ലാച്ചിയെ മാത്രം അകത്ത് കയറ്റാൻ സമ്മതിച്ചെങ്കിൽ അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയാണോ പ്ലാച്ചിയെ അകത്ത് കയറ്റാൻ? അത് അങ്ങനെയല്ലേ വരുള്ളൂ, അല്ലാതെ അതിനകത്ത് വരാറില്ല. നമ്മളിപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിനെ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതിന്റെ അകത്ത് ആ ഇലുമിനാറ്റി എന്റെ കണ്ണും കാര്യങ്ങളും. ഈ കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞത് മുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. കാരണം 90% ആളുകളും ഈ വീഡിയോ വിശ്വസിക്കുന്നില്ല. ഇതിൽ പറയുന്ന പല വിഷയങ്ങളും ഒരു തമാശയായാണ് അവർ കാണുന്നതും. പിന്നെന്തിനാണ് ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങൾ വന്നത് എന്നാവും നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുക. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുന്ന, കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഈ ഒരു വിഷയം അങ്ങനെ തള്ളിക്കളയേണ്ട ഒന്നല്ല. അതിലൊളിഞ്ഞിരിക്കുന്നത് ഭയം തോന്നുന്ന അസ്വാഭാവികമായ ചില കാര്യങ്ങളാണ്. അതെ, പറഞ്ഞു വരുന്നത് അനുമോളുടെ സ്വന്തം പ്ലാച്ചിയെക്കുറിച്ചാണ്. പ്ലാച്ചി ഒരു സാധാരണ പാവയല്ല. എല്ലാവരും ബിഗ് ബോസ് കാണുന്നവരല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് സീസൺ 7 വിന്നറായ അനുമോളെക്കുറിച്ചും അവരുടെ സ്വന്തം ജീവനില്ലാത്ത എന്നാൽ അതിലേറെ ജീവസുള്ള പ്ലാച്ചി എന്ന പാവയെക്കുറിച്ചുമാണ്. ബിഗ് ബോസിൽ ഞാനൊരു നിവിൻ ഫാനായിരുന്നു. അതുകൊണ്ട് തന്നെ അനുമോളുടെ വിജയം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര സന്തോഷം തോന്നിയ ഒരു വിഷയമായിരുന്നില്ല. എന്നാൽ ആ വിജയത്തിന് പിന്നിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ വിജയത്തിന് പിന്നിൽ എനിക്ക് കാണാൻ സാധിച്ചത് ചില ഇരുണ്ട അധ്യായങ്ങളായിരുന്നു. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ജോഷി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റ് കാണാൻ ഇടയായി. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു ഫ്രീ പാംസ്ട്രിയാണ്, അതായത് സൗജന്യമായി കൈ നോക്കുന്ന ഒരാൾ. അതോടൊപ്പം പണം വാങ്ങാതെ അദ്ദേഹം ജ്യോതിഷവും നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അദ്ദേഹം തന്നെ കൊടുത്തിട്ടുള്ള വിശേഷണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇനി നേരിട്ട് ചെല്ലുമ്പോൾ ദക്ഷിണയായി പണം വാങ്ങുമോ എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലും പറയുന്നത് അനുമോളെക്കുറിച്ച് തന്നെയാണ്. ആ വിജയം പലർക്കും ദഹിക്കാത്തത് കൊണ്ട് തന്നെ സഭ്യമായതും അസഭ്യമായതുമായ ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പടർന്ന് നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പോസ്റ്റ് ഒരല്പം വ്യത്യസ്തമായിരുന്നു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കാം. ബിഗ് ബോസിന് മുന്നേ അനുമോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ ആളാരാണെന്നറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു. വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു. 33 വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാൻ അനുമോളാണ്, ആർട്ടിസ്റ്റാണ്. 33 വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുളിഞ്ഞു. അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യർ പറഞ്ഞത്, 32.5 വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും. അതിൽ അസഹിഷ്ണുത പൂണ്ട് അവൾ, നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് ചോദിച്ചു. എൻ്റെ സർവീസ് ഫ്രീ ആണ്, ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു. ആ തട്ടിപ്പ് എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി. സംസാരത്തിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് അനുമോളുടെ വാട്സാപ്പ് നമ്പർ തന്നിരുന്നു. ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് തർക്കിച്ചു. എന്നിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തു. പിന്നീട് എപ്പോഴോ ഞാൻ അറിഞ്ഞു അനുമോൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന്. ഉടനെ ഞാൻ വാട്സാപ്പിൽ അനുമോൾക്ക് മെസ്സേജ് അയച്ചു, അനുമോൾ ബിഗ് ബോസിൽ പോകരുത്, ഉള്ള പേര് നഷ്ടപ്പെടും, കരിയർ ഇല്ലാതെയാവും, ജന്മശനിയാണ് ഉള്ളത്, വാഗ്ദോഷം വന്നാൽ കുഴപ്പമാവും, എങ്ങനെ നിൽക്കണോ എങ്ങനെ കളിക്കണോ തിരുമേനി എന്നെ പഠിപ്പിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു. അതിൽ കലിപ്പ് തീരാതെ ഏതോ ഒരു ചെറുപ്പക്കാരനോട് എൻ്റെ നമ്പർ കൊടുത്തു. പിന്നീട് അവൻ്റെ വക പൂരത്തെറിയാണ്.
എൻ്റെ മരിച്ചുപോയ അച്ഛനെ വരെ വിളിച്ചു. ഞാൻ അനുമോൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ അനുഭവിക്കും. അത് പേടിച്ച് അവളൊരു മന്ത്രവാദിയെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ആ കൂടോത്ര പ്ലാച്ചി. അതിൽ നിറയെ സ്തംഭനങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഊർജം കയറ്റി വെച്ചു. സ്തംഭനം എന്ന് വെച്ചാൽ ആത്മാവിനെ ബന്ധിക്കുക എന്ന പ്രോസസ്സ്. അത് അക്ഷന്തവ്യമാണ്. തുടർന്ന് ഞാൻ വായിക്കുന്നില്ല. വായിക്കണമെങ്കിൽ സ്വന്തം റിസ്കിൽ പോസ് ചെയ്ത് ആർക്കും വായിക്കാവുന്നതാണ്. അതിൽ പറയുന്നത് പല മത്സരാർത്ഥികളുടെ പേരെടുത്തും അവർക്ക് സംഭവിച്ചതും ഈ ഒരു ക്രിയ നടത്തിയതിലൂടെ അനുമോൾക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുമാണ്. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എതിർക്രിയ ചെയ്യണമെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാനും. ചോറുണ്ടെന്ന ആർക്കും മനസ്സിലാവും അദ്ദേഹം ഈ ഒരു കോൺട്രവേഴ്സിയിലൂടെ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാനാണ് എന്ന്. ആ ഒരു പോസ്റ്റ് കഴിഞ്ഞു, സ്വൈപ്പ് ചെയ്തു, അടുത്ത പോസ്റ്റിലേക്ക് ഞാൻ പോയി. എങ്കിലും എൻ്റെ മനസ്സുടക്കി നിൽക്കുന്നത് ഒരേ ഒരു വാക്കിലാണ്, സ്തംഭനം എന്ന വാക്കിൽ. അതൊരു ചെറിയ വാക്കല്ല എന്നെനിക്ക് മനസ്സിലായത് അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ്. എന്താണ് സ്തംഭനം? ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ ശാരീരികമായി ശേഷിയില്ലാത്ത ഒന്നിനെ പോലെ സ്തംഭനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ആഗ്രഹത്തിനനുസരിച്ച് സ്തംഭിക്കപ്പെടുന്ന ഒരാളുടെ ശരീരം പ്രവർത്തനരഹിതമാകുന്ന ഒരവസ്ഥ. ഇത് മനുഷ്യരിൽ മാത്രമല്ല ഏത് ജീവജാലത്തിലും സാധിക്കുമെന്ന് പറയപ്പെടുന്നു. സ്തംഭനത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിക്കിളുകളൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ സ്തംഭനം പണം കൊടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഞാൻ ചെന്നത്. അദ്ദേഹത്തോട് എൻ്റെ ആവശ്യം പറഞ്ഞു. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു. അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു വിഷയം ഞാൻ പറയാം. അതായത് സ്തംഭനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധമായി എന്നും രാവിലെ വീടിൻ്റെ കിഴക്ക് വശത്തേക്ക് നോക്കി ചില മന്ത്രങ്ങൾ ചൊല്ലണം എന്നതാണ്. ഇനി നമുക്കൊന്ന് ബിഗ് ബോസിലേക്ക് വരാം. ബിഗ് ബോസിൽ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എങ്കിൽ അനുമോളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കാമോ? ഉറപ്പായും ഞാൻ പറയാം, അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് ഹൗസിന് പുറത്തു വന്ന് സൂര്യനെ നോക്കി കിഴക്ക് ഭാഗത്തേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രിക്കുന്നതല്ലേ. അപ്പ പുരിയല്ലേ, ഇപ്പോൾ പുരിയത്. ഇങ്ങനെ പലതിനും പല അർത്ഥങ്ങളുണ്ടെങ്കിലും തുടക്കത്തിൽ അനുമോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. പ്ലാച്ചി അവളുടെ കയ്യിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ദിനചര്യം അനുമോൾക്കുണ്ടായത് എന്ന് ഒരിക്കൽ നിവിനും അക്ബറും മാറിയിരുന്ന് സംസാരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. പലപ്പോഴും പലരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായ ശേഷം അനുമോൾ തനിച്ചിരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം അനുമോളുടെ മടിയിൽ പ്ലാച്ചിയും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്ലാച്ചിയോട് അനുമോൾ എന്തൊക്കെയോ പറയാറുണ്ട്. സ്തംഭനം ചെയ്യപ്പെട്ട വസ്തുവിനെ കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. സാധാരണയായി സ്തംഭനം ചെയ്യപ്പെടുന്നത് മരപ്പാവയിലാണ്. മാർക്ക് ദ വേർഡ്, മരപ്പാവ. ബിഗ് ബോസ് സീസൺ 7 കണ്ടവർക്ക് ആ ഒരു വാക്ക് പരിചിതമായിരിക്കും. മരപ്പാവ എന്ന വാക്ക് പലരും അതിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചിട്ടുള്ളത് നെവിനാണ്. എന്നാൽ ആ ഒരു വാക്ക് തുടങ്ങിയത് അനുമോളാണ്. അനുമോളിൽ നിന്നുമാണ് നെവിൻ ആ വാക്ക് കിട്ടിയത്. അതിനുശേഷം പലതവണ അനീഷും സാബുമേനും അക്ബറും മരപ്പാവ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എനിവേ, അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ ഒരു മരപ്പാവയിലാണ് സ്തംഭനം ചെയ്തിരുന്നത് എങ്കിൽ ഒരു മരപ്പാവയുമായി ബിഗ് ബോസിലേക്ക് വരിക എന്നത് സംശയം ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സാധാരണ പാവയിൽ സ്തംഭനം ചെയ്തത്. അങ്ങനെ ഒരു പാവയിൽ സ്തംഭനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാവയോട് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന പേര് അത് ആരുടേതാണോ അവർക്കാണ് സ്തംഭനം സംഭവിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. സ്തംഭനം നടക്കാൻ വേണ്ടി നമ്മൾ പേരുരുവിടുന്ന രീതിയെ സമ്പുടം ചെയ്യുക എന്നാണ് പറയുക. അതായത് സ്തംഭനം ആവാഹിച്ചിട്ടുള്ള വസ്തു, അതൊരു പാവയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവാവാം, ആ വസ്തുവിലേക്ക് നമ്മൾ പേര് ഉരുവിട്ടുകൊണ്ടിരിക്കണം. ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് തിരിച്ചും മറച്ചും ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആരുടെ പേരാണോ നമ്മൾ സ്തംഭനം ചെയ്യപ്പെട്ട വസ്തുവിലേക്ക് പറയുന്നത്, ആ വ്യക്തിയിൽ വൈകാരികമായ പല മാറ്റങ്ങളും സംഭവിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം ഇതൊരു സാധാരണ രീതിയാണ് എന്നും ഒരൽപ്പം കട്ടി കൂടിയ സ്തംഭനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്തംഭനം ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ ആടിൻ്റെ നെയ്യോ ആടിൻ്റെ ഹൃദയമോ ഉണ്ടാവണം എന്നും. ചിലപ്പോൾ മുഖത്തൊരു ചിരിയോടുകൂടിയായിരിക്കും ഈ ഒരു വീഡിയോയുടെ ഇത്രയും ഭാഗവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതിന് കാരണം
നിങ്ങളിൽ പലരും ഇത് വിശ്വസിക്കാത്തവരായിരിക്കും. കാരണം വിശ്വസിക്കാൻ മാത്രമുള്ള യുക്തി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നുന്ന ഒരു വിഷയമാണ് സ്തംഭനം. വണ്ണാൻ, മലയൻ, കണിയാൻ, മുന്നൂറ്റാൻ തുടങ്ങിയവരുടെ ഗ്രന്ഥശേഖരങ്ങളിൽ പാരമ്പര്യമായി ചെയ്തു പോരുന്ന ഇത്തരത്തിൽ ഒരുപാട് മന്ത്ര, ആഭിചാര, സ്തംഭനക്രിയകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരം വിദ്യകൾ നന്മയ്ക്കായും തിന്മയ്ക്കായും അന്ന് ഉപയോഗിച്ചിരുന്നതായും വിശദീകരിക്കപ്പെടുന്നു. വ്യക്തികളുടെ പ്രത്യേക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, അന്യരെ വശീകരിക്കുക, ശത്രുക്കളെ നശിപ്പിക്കുക മുതലായ ആഭിചാര കർമ്മങ്ങൾ മന്ത്രവാദത്തിൻ്റെ മറ്റൊരു വശമാണ്. പലതരത്തിലുള്ള ക്ഷുദ്രക്രിയകൾ, ബലികർമ്മങ്ങൾ, താന്ത്രിക കർമ്മങ്ങൾ എന്നീ കർമ്മവൈവിധ്യങ്ങൾ ദുർമന്ത്രവാദത്തിൽ അടങ്ങുന്നു. ഇങ്ങനെ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാൻ ഒരുപാട് ക്രിയകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് മാരണം. മരണം വരെ സംഭവിക്കാവുന്ന ഒരു ക്ഷുദ്രക്രിയയാണ് മാരണം. മറ്റൊന്നാണ് ഒടിവെക്കുക. നമ്മുടെ ഒടിയൻ്റെ ഒടിയല്ല, ഇത് മറ്റൊരു ഒടി. അതായത് ജപിച്ചിട്ടുള്ളൊരു തകിട് മണ്ണിൽ കുഴിച്ചിടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആ തകിട് മറികടന്നാൽ അയാളുടെ കാല് പഴുത്ത് പൊട്ടും എന്നൊക്കെയാണ് ഒടിവെക്കുന്നവരുടെ വിശ്വാസം. ഇത്തരം വിശ്വാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ് സ്തംഭനം. കാരണം ഇത്തരം ക്രിയകളിൽ ഉപയോഗിക്കുന്നത് മരണപ്പെട്ടവരുടെ ആത്മാക്കളെയാണ്. അത്തരം ആത്മാക്കളെ ആവാഹിച്ചാണത്രേ സ്തംഭനം നടത്തുന്നത്. ഇങ്ങനെ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പാവയിൽ ആവാഹിച്ചിട്ടുള്ള ചില ആത്മാക്കളെ കൊണ്ട് വൃത്തി നിരോധനം ചെയ്യിക്കുക എന്നതാണ് സ്തംഭനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വൃത്തി നിരോധനം എന്നാൽ പ്രവൃത്തി, അതായത് ഒരു മനുഷ്യൻ്റെ ചിന്തയിലുള്ള ചില പ്രവൃത്തികളെ അയാളുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും തന്നെ മായ്ച്ചു കളയുന്ന ഒരു രീതി. ഒരിക്കൽ ഹൗസിൽ നെവിൻ തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് പ്ലാച്ചിയെ നോക്കി അനുമോൾ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ജപിച്ചാൽ അയാൾ എവിക്റ്റായി പോകുമെന്ന വിശ്വാസം ഈ ഹൗസിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അനുഭവം കൊണ്ടാവും നെവിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ യാദൃശികമായി സംഭവിച്ച ചിലതിനെ അയാൾ അങ്ങനെ ഒരു പാറ്റേണിൽ കണ്ടു, അല്ലെങ്കിൽ വെറും തമാശയായി പറഞ്ഞു. പക്ഷേ സ്തംഭനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞയാൾ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ അനു ചെയ്തിരുന്നു എന്നത് എന്നെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പാവയിൽ ഏതെങ്കിലും ഒരു ആത്മാവിനെ ആവാഹിച്ചു കൊണ്ടുപോയി ബിഗ് ബോസ് പോലൊരു ഷോയിൽ സ്തംഭനം നടത്താൻ പറ്റുമെന്ന് ആര് ചിന്തിച്ചാലും അത് വെറും മണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹവും എന്നോട് പറഞ്ഞത്. അതിന് കാരണം സ്തംഭനം അന്ധവിശ്വാസമായതുകൊണ്ടല്ല, ചുമ്മാ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചാൽ മാത്രം നടക്കുന്ന ഒന്നല്ല ഇതെന്നും അതിന് പല രീതികളുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. സ്തംഭനം എന്ന് പൊതുവെ പറയുന്നുണ്ട് എങ്കിലും ഇത് പല രീതികളിലുണ്ട്. അതിൽ ചിലതാണ് ജലസ്തംഭനം, അഗ്നിസ്തംഭനം, കുക്കുട സ്തംഭനം, നാളികേര സ്തംഭനം, കൂഷ്മാണ്ഡ സ്തംഭനം, ആൾരൂപ സ്തംഭനം എന്നിങ്ങനെ. ഇതിൽ ആൾരൂപ സ്തംഭനത്തെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ജലസ്തംഭനം എന്നാൽ ഒരു കുടത്തിലെടുക്കുന്ന കുരുതി വെള്ളത്തിൽ ചെയ്യുന്ന സ്തംഭനമാണ്. കുക്കുട സ്തംഭനം പേര് പോലെ തന്നെ കോഴിത്തലയിൽ ചെയ്യുന്ന സ്തംഭനമാണ്. നാളികേര സ്തംഭനം നാളികേരത്തിലും, കൂഷ്മാണ്ഡ സ്തംഭനം ഇളനീര് അഥവാ ഇളവനിൽ ചെയ്യുന്ന സ്തംഭനവും അഗ്നിയിലും സ്തംഭനം ചെയ്യാറുമുണ്ട്. കൂമൻ, കൊറ്റി, തവള, ആട് എന്നിങ്ങനെ ചില ജീവികളുടെ മേധസ് ഉപയോഗിച്ചിട്ടും ഈ ക്രിയ ചെയ്യാറുണ്ട്. കക്ഷപുടം എന്ന ഗ്രന്ഥത്തിൽ എങ്ങനെ സ്തംഭനം പ്രയോഗിക്കാമെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ ക്രിയയാണ് എന്നും അതൊരിക്കലും ഒരു പാവയുമായി തുറന്ന സ്ഥലത്തിരുന്ന് ചെയ്യാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. സ്തംഭനം പോലുള്ള ക്രിയകളിൽ വിശ്വസിക്കുന്നവർ പോലും ഒരു പാവയിൽ സ്തംഭനം നടത്തി ഇത്തരത്തിലൊരു ഷോയിൽ പോയി ഒരാൾക്ക് സ്തംഭനം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനൊരു പോസ്റ്റിൻ്റെ ആധാരം എന്ന് പറയുന്നത് പ്ലാച്ചിയിൽ സ്തംഭനമുണ്ട് എന്നും അതുവഴി ആയിരിക്കാം അനുമോൾ വിജയിയായത് എന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മറുപടി ക്രിയ ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തെ സമീപിക്കാം എന്ന ഒരു ബിസിനസ് തന്ത്രം മാത്രമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ പ്രശസ്തരായാൽ മതിയെന്ന് ചിന്തിക്കുന്നവർക്കും അവരുടെ അമ്മമാർക്കും വേണമെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിനർത്ഥം സ്തംഭനം വെറും അന്ധവിശ്വാസം മാത്രമാണ് എന്നാണ്. തെളിവുകളൊന്നുമില്ല എങ്കിലും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എങ്കിൽ ഭയപ്പെടുന്നതിൽ തെറ്റുണ്ടോ? പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. അവർക്ക് പറയാനുള്ളത് അത്തരത്തിലൊരു അനുഭവമാണ്. ഒരു ചെറിയ കുടുംബം, മൂത്ത മകന് ജോലി കിട്ടിയതോടുകൂടി ആ കുടുംബം സന്തോഷത്തിലേക്ക് കടന്നു വരികയായിരുന്നു.
കൊറോണയുടെ സമയത്ത് അവർക്കുണ്ടായ ഒരുപാട് കഷ്ടപ്പാടുകളും കടങ്ങളുമെല്ലാം അച്ഛനും മകനും കൂടി മെല്ലെ മെല്ലെ തീർത്ത് അവർ സന്തോഷത്തിലേക്ക് കയറി വരികയായിരുന്നു. കഴിഞ്ഞ വർഷം ആ മകൻ ഒരു കാറ് വാങ്ങി. അതിൻ്റെ സന്തോഷം ആ ചുറ്റുപാടിലുള്ള എല്ലാ വീടുകളിലേക്കും മധുരം കൊടുത്താണ് അവർ ആഘോഷിച്ചത്. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. ആ കാറിൻ്റെ വിൻഷീൽഡ് 2ാമത്തെ മാസം തന്നെ ഒരു തേങ്ങ വീണ് തകർന്നു പോയി. അത് യാദൃശ്ചികമല്ലേ? ശരിയാണ്, അതിനെ യാദൃശ്ചികമായി തന്നെയാണ് അവരും കണ്ടത്. പക്ഷേ അത് സംഭവിച്ചതിന് 3ാം ദിവസം മൂത്ത മകന് ഒരു അപകടമുണ്ടായി. അതോടുകൂടി ആ കുടുംബം തകിടം മറിയുകയായിരുന്നു. ആ അപകടത്തിൽ വലത് കൈ തളർന്നുപോയ അവന് പിന്നീട് ജോലിക്കൊന്നും പോകാൻ സാധിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഓണം വെക്കേഷന് 2ാമത്തെ കുട്ടി ടെറസിന് മുകളിൽ നിന്നും കാല് വഴുതി താഴേക്ക് വീണു. ഗുരുതരമായ ഒരു പരിക്കായിരുന്നു. അതിനും 2 ദിവസത്തിന് ശേഷം അച്ഛന് സ്ട്രോക്കും വന്നു. ഒരു കുടുംബത്തിലേക്ക് കഷ്ടത വലിഞ്ഞു കയറാനും കുടുംബം പാടെ തകർന്നു പോകാനും ഇതിൽ കൂടുതൽ വേറെന്തെങ്കിലും വേണോ? ഇതിലിപ്പോൾ എന്താണുള്ളത്? ആക്സിഡൻറ്റ് യാദൃശ്ചികമായി സംഭവിക്കുന്ന വിഷയമാണ്. അതിൽ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാറുമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളാവുമ്പോൾ കാലു വഴുതി വീഴാറുണ്ട്. അതിൽ ചില അപകടങ്ങൾ ഗുരുതരമാവാറുണ്ട്, ചിലത് നിസ്സാരമായി സംഭവിക്കാറുണ്ട്. ഇത്തരം ടെൻഷനുകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം സംഭവിക്കാവുന്ന വിഷയങ്ങളാണ് എന്ന് ഈ രീതിയിലല്ലാതെ ആ സ്ത്രീയെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ അതിനുശേഷം അവർ പറഞ്ഞ ചില വിഷയങ്ങൾ എന്നെയും ഭയപ്പെടുത്തി. ഒരുപക്ഷെ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ. ആദ്യമായി ആ തേങ്ങ വിൻഷീൽഡിൽ വീണ ദിവസം അന്ന് രാവിലെ അവരുടെ ഗേറ്റിനുള്ളിൽ ഒരു വസ്തു അവർ കണ്ടിരുന്നു. ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ബോൾ പോലുള്ള ഒരു പേപ്പർ. അതവർ തുറന്നു നോക്കി. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു തുണിക്കെട്ടായിരുന്നു. ആ തുണിക്കെട്ട് അവർ തുറന്നപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്നത് ചോര വാർന്ന ഒരു ആടിൻ്റെ ഹൃദയമായിരുന്നു. ഗേറ്റിന് പുറത്തായി കറുത്ത പൊടി കൊണ്ടെഴുതിയ ഒരു വട്ടം ഉണ്ടായിരുന്നു. ആ വട്ടത്തിന് നടുക്ക് ഒരു കറുത്ത മെഴുകുതിരി കത്തിച്ചതിൻ്റെ പാടുമുണ്ടായിരുന്നു. ആദ്യമൊക്കെ അത് യാദൃശ്ചികമായാണ് അവർക്ക് തോന്നിയത്. എന്നാൽ തുടർന്നുണ്ടായ അപകടങ്ങളും ഇതും തമ്മിൽ എന്തോ ഒരു നിഗൂഢമായ ബന്ധമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അവർ പറയുന്ന അനുസരിച്ച് ഈ ക്രിയകൾക്ക് പിന്നിൽ ആ ചുറ്റുപാടിൽ തന്നെ താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. ഇതിനു മുമ്പും ആ ചുറ്റുപാടിൽ ഇത്തരത്തിലുള്ള പലതും സംഭവിച്ചിട്ടുണ്ട് എന്നും അത് കാരണം പല വീട്ടുകാരും ആ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നും അവർ പറയുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളായി നമ്മൾ കാണുന്ന ക്രിയകൾ മറ്റുള്ളവരെ ബാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞത് ഒരനുഭവം മാത്രമാണ്. കൂടോത്രം, വശ്യം, സ്തംഭനം തുടങ്ങി പലതും അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കാറുമുണ്ട്. അത്തരം അനുഭവങ്ങൾ ഞാൻ വീഡിയോയിൽ കൂടുതലും പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ രീതിയിലെങ്കിലും ഇത്തരം ക്രിയകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൂട്ടുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളായാലും കഷ്ടതകളായാലും ശരി, അതൊരിക്കലും ഒരു കൂടോത്രം കാരണമോ വശ്യം കാരണമോ അല്ലെങ്കിൽ സ്തംഭനം കാരണമോ സംഭവിക്കുന്നതല്ല എന്നും അത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു എന്നും തിരിച്ചറിയുകയാണ് വേണ്ടത്. ജീവിതത്തിൽ ജയവും പരാജയവും എല്ലാവർക്കും ഉണ്ടാവും. പുറമേ സന്തോഷം കാണിക്കുന്ന പലരും ഉള്ളിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നൽകുന്നത്. ഇങ്ങനൊന്ന് കണ്ടാൽ അതൊരിക്കലും മനസ്സിലേക്ക് കൊടുക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ വിഷയമായ പ്ലാച്ചിയും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ നിഗൂഢത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് വരെ ബിഗ് ബോസിലേക്ക് ഒരാളും ഒരു പ്രോപ്പർട്ടിയും കൊണ്ടുപോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് പ്ലാച്ചി മാത്രം ബിഗ് ബോസിലെത്തി? ഈ ഒരു സീസൺ 7 ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഫേവറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്ലാച്ചി മാത്രമല്ല, പല പ്രോപ്പർട്ടികളും ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട്. പല കണ്ടസ്റ്റൻസും അത്തരം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ കൊണ്ടുപോയിട്ടുമുണ്ട്. അതിന്റെ ഒപ്പം എന്റെ ബുക്ക് എന്നേരം തുഴഞ്ഞും കൂടെ വെക്കണം. ഈ ബുക്ക് എനിക്ക് എന്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതാണ് എന്റെ പ്ലാൻ ജി. ഇവ ഇല്ലാണ്ട് ഞാൻ ഒരിടത്തും പോവാറില്ല. എന്നല്ലേ നമുക്ക് ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തോട്ട് പോയാലാ? ബിഗ് ബോസിലോട്ട്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ എന്റെ ഒരു മോസ്റ്റ് മെമ്മറബിൾ ഫോട്ടോ ആൽബം ആയിരിക്കും.
ഇത് ദിലീപ് ഏട്ടന്റെ ഷർട്ടാണ്. പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോയി. ഇത് എനിക്ക് നൂബിന് എന്റെ പെണ്ണ് കാണലിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ ജാക്കറ്റാണ് എനിക്ക് വേറെ ആരും വേണം. ഐ എം കമ്മിങ് ടു ബിഗ് ബോസ് എന്റെ പോയിന്റഡ് ഹീൽസ് ആയിട്ട്, ക്യാറ്റ് വർക്ക് ചെയ്യാനായിട്ടല്ല. എന്നോട് കളിക്കല്ലേ, ഞാൻ പിടിച്ച മാന്തും. പിന്നെ എന്തുകൊണ്ട് പ്ലാച്ചി? പ്ലാച്ചിയല്ല, പ്ലാഞ്ചി. എന്തുകൊണ്ട് പ്ലാഞ്ചി മാത്രം? അനുമോളുടെ ഇൻട്രോ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവൾ പറയുന്നത് പ്ലാച്ചി എന്നല്ല, പ്ലാഞ്ചി എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അനുമോൾ തന്നെ പറയുന്നുണ്ട്, ഇത്രയും കാലങ്ങളായി പ്ലാച്ചിയെ വിട്ട് നിന്നിട്ടേയില്ല, പ്ലാഞ്ചിയെ വിട്ട് നിന്നിട്ടേയില്ല എന്ന്. അത്രയും മാനസികമായ അടുപ്പമുള്ള പ്ലാഞ്ചിയെ മറ്റുള്ളവർ പ്ലാച്ചി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അനുമോൾ ആ പേര് തിരുത്തുന്നില്ല? ഒന്നുകിൽ അനുമോൾ പറയുന്നത് കള്ളമാണ്. അതായത് പ്ലാഞ്ചി എന്ന് പറയുന്ന പ്ലാച്ചി എന്ന സോ കോൾഡ് പാവയെ അനുമോൾക്ക് ലഭിച്ചത് ബിഗ് ബോസിനോട് ചേർന്ന സമയത്താണ്. അല്ലെങ്കിൽ അത് ബിഗ് ബോസ് നൽകിയ ഒരു പ്രോപ്പർട്ടിയാണ്, ബിഗ് ബോസ് ഗെയിമിന് വേണ്ടി സൃഷ്ടിച്ച ഒരു പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം ബിഗ് ബോസിൻ്റെ ഗെയിമാണ്. നിഗൂഢമായ ഒരു പാവ ഒരു കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു പാവ ബിഗ് ബോസിൽ എത്തിയതും. എന്നാൽ അത് അനുമോളെ എന്തിനേൽപ്പിച്ചു? ഒന്ന് ചിന്തിച്ചാൽ മതി. ഏഷ്യാനെറ്റ് കൊടുക്കുന്ന പണത്തിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരേ ഒരു മത്സരാർത്ഥി അനുമോളാണ്. അതുകൊണ്ട് തന്നെ അനുമോളെ ഒരു പാവയെ ഏൽപ്പിച്ചു. പക്ഷെ ഒരു പാവയുമായി അനുമോൾ ബിഗ് ബോസിലേക്ക് വന്നാലോ, അത് സംശയത്തിനിടയാക്കും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് തീരുമാനിച്ചു എല്ലാവർക്കും ഫേവറേറ്റ് ആയ പ്രോപ്പർട്ടികൾ കൊണ്ടുവരാം. പക്ഷെ ഫോക്കസ് ലഭിക്കുന്നത് മുഴുവൻ ആരുടെ പ്രോപ്പർട്ടിക്കായിരിക്കും? അനുമോളുടെ പ്രോപ്പർട്ടിക്കായിരിക്കും. കാരണം അത് കണ്ടന്റാണ്. ഇതേ കണ്ടന്റാണ് നമ്മളിലേക്ക് എത്തിയതും നമ്മളത് ചർച്ചയാക്കിയതും. ഒന്നുകൂടി ബിഗ് ബോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പറയുന്ന സ്തംഭനം പോലും നമ്മൾ ചർച്ചയാക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ്. ആ സ്തംഭന കഥ നമുക്കായി തന്നത് ബിഗ് ബോസ് ആണ്. എന്താണ് അനുമോൾ അതിന്റെ പേര്? പ്ലാച്ചി. എന്താ അങ്ങനെ പേരിടാൻ കാര്യം? ഇതില് ഒരു പേര് കണ്ടു, പ്ലൂഞ്ചി എന്നായിരുന്നു പേര്. അപ്പൊ ഞാൻ അതിനെ പ്ലാഞ്ചി. എന്ത് പാവയാണത്? എന്താ പേടിയാണോ പാവയെ? ഇതെടുത്തിട്ടേ ഒരു മന്ത്രം പറയും നമ്മൾ നോക്കിയിട്ട്. ഞാനിപ്പോ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇങ്ങനെ പ്രാഗുനായിട്ട് ഇങ്ങനെ മന്ത്രം എന്താണെന്നറിയില്ല. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ചെയ്താൽ അത് സംഭവിക്കുന്ന ആരും വിശ്വാസമുണ്ട്? ആരും കളിക്കാൻ വന്നതല്ല. പക്ഷെ ഇപ്പോ പേടിയുണ്ട്. ചിലപ്പോ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു പേടി വിചാരിച്ചിട്ട് എനിക്കിപ്പോ ഒരു നെഗറ്റീവ് സാധനമാണ്. പേടിയുണ്ടോ അപ്പൊ? എനിക്ക് പേടിയില്ല ഈ പ്ലാച്ചിയോട്. ഇപ്പൊ ശൈത്യക്ക് പേടിയുണ്ടോ പാവേ? അക്ബറിന് പേടിയാണോ? ഇതിപ്പോ എന്താണെന്നറിയോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഇന്ന ഇതിനെ കാണിക്കുന്നത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് പേടിയില്ലല്ലോ. ഇല്ല, പേടിയില്ല. എന്നാലും പ്ലാച്ചിയിലെ സ്തംഭനം നമ്മൾക്കിടയിൽ ചർച്ചയാവുന്നത് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിലൂടെയാണ്. അതിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഓരോ മത്സരാർത്ഥികളോടും, നിങ്ങൾക്ക് പ്ലാച്ചിയെ ഭയമാണോ എന്ന്. ആ ഒരു ചോദ്യത്തിലൂടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി അതേ ഭയം ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ്. അതിവിടെ ചർച്ചയാവേണ്ട ആവശ്യം ബിഗ് ബോസിനുണ്ട്. അതൊരു പരിധി വരെ സക്സസ് ആയി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബിഗ് ബോസിൻ്റെ കളി ആയിരുന്നു എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു കളിയെക്കുറിച്ച് അനുമോൾക്കും ഒരു ഹിന്റ് ലഭിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അവർ അവിടെ ആടിത്തമിർത്തത്. ആ പ്ലാച്ചിയെ എടുത്ത് പ്ലാച്ചിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നതായി പറയുന്നു. ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും നേരെ പ്ലാച്ചിയെ നീട്ടിക്കൊടുക്കുന്നു എന്നതൊക്കെ അനുമോളുടെ കളിയായിരുന്നു. അതുവഴി പ്രേക്ഷകരിലേക്ക് ആ കളി എത്തിക്കുകയായിരുന്നു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസ് എന്ന ഗെയിം നടക്കുന്നത് ആ മത്സരാർത്ഥികൾക്കിടയിൽ മാത്രമല്ല. അതിലൊരു കണ്ടസ്റ്റൻറ്റ് നമ്മളാണ്, നമ്മളിൽ ഓരോരുത്തരും. ബിഗ് ബോസിന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനും അവർക്കിഷ്ടമുള്ള വിഷയം നമ്മളിൽ ചർച്ചയാക്കാനും നമ്മളെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാനും അവരുടെ തീരുമാനങ്ങൾ നമ്മുടേതാക്കി മാറ്റാനും സാധിക്കും. അതൊരിക്കലും പ്ലാച്ചിയുടെ കഴിവല്ല, ബിഗ് ബോസിൻ്റെ കഴിവാണ്. കൂടോത്രം, വശ്യം, സ്തംഭനം തുടങ്ങിയ ഇത്തരം ക്രിയകൾക്ക് പിന്നിൽ യുക്തിപരമായ യാതൊരു തെളിവുകളും ഇന്നുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അനുഭവങ്ങൾ എന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്: ധൈര്യമില്ലാത്ത ചില മനസ്സുകൾ. അതുകൊണ്ട് തിരിച്ചറിയുക, ഒരു പാവയ്ക്കോ ഒരു കോഴിത്തലയ്ക്കോ നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.